ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദിയപ്പ. ഹല്ലേലൂയ. സ്തോത്രം യേശുവേ. കർത്താവേ, നിൻ്റെ ഹല്ലേലൂയ നാമത്തിൽ കർത്താവേ, നിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ഒരു വീഡിയോയുമായി നിൽക്കുവാൻ കർത്താവ് തന്ന എല്ലാ നന്മയ്ക്കും കർത്താവിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി പറയുന്നപ്പ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കാണുന്ന ഓരോരുത്തരെയും കർത്താവെ, അങ്ങയുടെ അത്ഭുതകരം അവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ദിവ്യ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിൽ കർത്താവെ, അങ്ങേ അറിയാത്ത ജനം ആണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കർത്താവെ, നീ നിന്നെ തന്നെ അവർക്കൊന്ന് വെളിപ്പെടുത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളാണ് കാണുന്നതെങ്കിൽ കർത്താവെ, അപ്പാ, നിൻ്റെ അസൗഖ്യമാക്കുന്ന കർത്താവെ ദൈവവചനം അയച്ച് നീ അവരെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അസമാധാനത്തിൽ ഇരിക്കുന്നവർ, ഭീതിയിൽ ഇരിക്കുന്നവർ, ഭയത്തിൽ, ഹല്ലേലൂയ, ഒരു പ്രതീക്ഷയുമില്ലാത്ത ഉത്കണ്ഠയിൽ ഇരിക്കുന്നവരിൽ കർത്താവെ, ഉത്കണ്ഠ മാറി, വിചാരങ്ങൾ മാറി, കർത്താവെ, സമാധാനത്തിൻ്റെ ദൈവം അവരോട് കൂടെ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവെ, യേശുവേ പപ്പ, നീ അവരോട് കൂടെ ഇരിക്കുന്ന ആ സമാധാനം അവർ അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താണ് ദൈവമഹത്വം എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ. സ്തോത്രം. അതിന് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് ചെയ്തതായിരുന്നു. ഹല്ലേലൂയ. ആ വീഡിയോയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. 1 കൊരിന്ത്യർ 15:41. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദം ഉണ്ടല്ലോ. അപ്പം ഓരോന്നിനും ഓരോന്നിൻ്റെതായ തേജസ് ഉണ്ട്. ഹല്ലേലൂയ. ഓരോന്നിനും ഓരോന്നിൻ്റെതായ തേജസ് ഉണ്ട്. ആ തേജസ് അവരെ നിലനിർത്തുന്നു. ആ തേജസ് അവരെ നിലനിർത്തുന്നു. എന്തിനേയും അതിൻ്റെ തേജസ്സാണ് അതിനെ നിലനിർത്തുന്നത്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ തേജസ്സാണ്. ആ തേജസ് നഷ്ടമായാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല. ഹല്ലേലൂയ. സ്തോത്രം. ആ തേജസ് നഷ്ടമായാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല. ഞാൻ ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. തേജസ്, ഹല്ലേലൂയ, സ്തോത്രം, നഷ്ടപ്പെട്ടാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല. ഉദാഹരണത്തിന്, നമ്മൾ ഒരു ഇല എടുത്തു, അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ അതിനെടുത്ത് നോക്കിയാൽ അതിനൊരു തേജസ് ഉണ്ടായിരിക്കും, അതിനൊരു പ്രകാശം ഉണ്ടായിരിക്കും, അതിനൊരു, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പ്രകാശമുണ്ടായിരിക്കും. എന്നാൽ നമ്മൾ ആ കൈവച്ച ആ ഇലയെ ചെറുതായിട്ടൊന്ന് ആ കൈ കൊണ്ടൊന്ന് തേച്ചിട്ട്, ഹല്ലേലൂയ, അതിനെ ആ സ്ഥാനത്ത് നിർത്തി നോക്കൂ. കുറച്ച് നേരം കഴിഞ്ഞാൽ അതിൻ്റെ ആ തിളക്കം, അതിൻ്റെ തേജസ് നഷ്ടപ്പെട്ട ആ ഭാഗത്ത് കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ ഇല ഉണങ്ങിയോ അല്ലെങ്കിൽ വാടിയോ നിൽക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഒരു ചെടിയിൽ തന്നെ പഴയ ഇലയ്ക്ക് ഒരു തേജസ്സാണ്, അതിൻ്റെ പുതിയ നാമ്പിന് ഒരു തേജസ്സാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഓരോന്നിനും വെവ്വേറെ തേജസ്സുകളുണ്ട്. അപ്പോൾ നമ്മൾ ചില ചെടികളെ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ചില മരങ്ങൾ, ചില ചെടികൾ വേനലാകുമ്പോൾ തങ്ങളുടെ ഇലകളൊക്കെ കൊഴിച്ച് കളഞ്ഞതിന് ശേഷം പുതിയ തളിരിലകൾ വരുന്നത് കാണാം.
ആ തളിരിലയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരിക്കും. അത് വലുതായിരിക്കുകയില്ല, അത് ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. അപ്പോൾ തന്നെ അതിനൊരു പ്രകാശമുണ്ടായിരിക്കും, അതിനൊരു തിളക്കമുണ്ടായിരിക്കും. നമ്മൾ അതിനെ ശ്രദ്ധിച്ചാൽ, ആ മരത്തിനെ അല്ലെങ്കിൽ ആ ചെടിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, വേനലിൽ അതിലേക്ക് വരുന്ന വെയിലിനെ അത് പൂർണ്ണമായി അങ്ങ് അബ്സർവ് ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്, അതിനെ റിഫ്ലക്റ്റ് ചെയ്ത് കളയും, പ്രതിഫലിക്കും. അതായത് വലിയ ഇലകളായിരുന്ന ഇത് മുഴുവൻ കൊഴിച്ച് കളഞ്ഞ് പുതിയ ഒരു ആവരണമുള്ള, ഒരു തേജസ് കൊണ്ടുള്ള ഒരു ആവരണമുള്ള പുതിയ നാമ്പുകൾ, ആ നാമ്പുകൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു മരത്തിൻ്റെ ആ വലിയ ഇല, അതേപോലെ തളിരുകൾ ഒന്നിച്ച് വളർന്നു നിൽക്കുന്ന വലിയൊരു മരത്തെ നമ്മൾ ഒന്ന് പോയി നോക്കി നിന്നാൽ അതിൽ നിന്ന് വെയിലിൻ്റെ വെട്ടം നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്തുക. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ വേനലിനെ അതിജീവിക്കാൻ അതിൻ്റെ ആ തേജസ്സം കൊണ്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതുപോലെയാണ് ഒരു പലതരത്തിലുള്ള മനുഷ്യരെയും നമുക്ക് കാണാം. ഹല്ലേലൂയ, സ്തോത്രം. തേജസ് ഉള്ളതായിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർഷങ്ങൾക്ക് മുമ്പ് തേജസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉള്ളൊരു കാര്യം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ, അവിടെ വലിയൊരു ഹോസ്പിറ്റലാണ്, അവിടെ ഒരു ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ വളരെ സാവധാനത്തിൽ നടക്കുകയും, ഞാൻ ഹോസ്പിറ്റലിൽ അനേകം ആൾക്കാരെ കണ്ടു, അനേകം ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്, അവർ പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്, നേഴ്സുമാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്. പക്ഷെ ഈ ഡോക്ടറിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആ വ്യക്തിയിൽ ഒരു പ്രത്യേകമായ ഒരു ഗ്ലോറി, ഒരു തേജസ് അദ്ദേഹത്തിൻ്റെ നടപ്പിലും മുഖത്തും ഒക്കെ കാണാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അദ്ദേഹം ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അയാളിൽ ആ തേജസ് കണ്ട് ആ ഡോക്ടറിലെ ആ തേജസ് കണ്ടിട്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുകയും പരിശുദ്ധാത്മാവ് തിരിച്ച് എനിക്ക് സംസാരിക്കുകയും ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ആ വ്യക്തി ഹൃദയത്തിൻ്റെ പ്രവൃത്തിയെ അറിഞ്ഞ ഒരു വ്യക്തിയായി, ഹൃദയങ്ങളുടെ പ്രവൃത്തിയെ അറിയുന്നൊരു വ്യക്തിയാണ്. അതിൽ നിന്നാണ് ഞാനൊരു മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഹൃദയങ്ങളെ അറിയുന്നവൻ ഹൃദയപരമായി ഇടപെടുന്നു. ഏകദേശം 3-4 വർഷം മുമ്പ് അദ്ദേഹത്തെ കാണുകയും പരിശുദ്ധാത്മാവ് എന്നോട് ആ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ഞാൻ അന്ന് തൊട്ട് ആ ഡോക്ടറിനെ വാച്ച് ചെയ്യാൻ തുടങ്ങി. അന്ന് കണ്ടു, നിരീക്ഷിച്ചു. അത് കഴിഞ്ഞ ഒരു മാസം മുമ്പ്, ഒരു 2 മാസം മുമ്പായിട്ട് ഞാൻ അതേ ഹോസ്പിറ്റലിൽ പോയപ്പോൾ, എനിക്ക് വേണ്ടിയിട്ടല്ല, വേറൊരാൾക്ക് വേണ്ടിയിട്ട് പോയപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ആ ഡോക്ടറിനെ കണ്ട സമയത്ത് തന്നെ ഒരു കുട്ടി, അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരു 2 വയസ്സ് 3 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി കസേരയുടെ ഇടയിൽ അതിൻ്റെ കാല് കുടുങ്ങിപ്പോയി, എടുക്കാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ആ ഡോക്ടറും അതിൻ്റെ മുമ്പിലെത്തിയതും. അപ്പോൾ ആ ഡോക്ടർ അച്ഛനും അമ്മയും വെപ്രാളം പിടിച്ച് കാല് വലിച്ചെടുക്കാൻ നോക്കുകയാണ്. അപ്പം കാലങ്ങോട്ട് താഴ്ന്നു പോയി അതിൻ്റെ ഇടയിൽ ഞെരുങ്ങിപ്പോയി. പക്ഷെ ആ ഡോക്ടർ വന്നു, ആ കുട്ടിയുടെ കാല് വളരെ വിദഗ്ധമായി ആ കുട്ടിയുടെ കാല് അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്തു. എന്നിട്ട് അച്ഛനും അമ്മയോടും മിണ്ടണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആ കുട്ടിയെ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടിയെ വളരെ ശാന്തനാക്കുന്ന ടെക്നിക്ക് കണ്ടു. അവരയ്യോ എന്നൊക്കെ പറഞ്ഞ് വെപ്രാളം പിടിച്ചപ്പോൾ
ഇവരുടെ അയ്യോ വിളിയും വെപ്രാളം പിടിക്കലും സങ്കടപ്പെടലും ഒക്കെ ആ കുട്ടിയെ കൂടുതൽ പാനിക്കാക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ആ കുട്ടിയെ ആ ഒരു ഭീകരമായ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും കുട്ടി ആ കരഞ്ഞ് നിലവിളിച്ച സ്ഥാനത്ത് നിന്ന് പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു തന്നത് അപ്പം തേജസ്, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ തേജസ്, മഹത്വം, ഹല്ലേലൂയ, സ്തോത്രം. തേജസ് പലതരത്തിൽ ഉണ്ട്. അപ്പോൾ അതിലൊരു തേജസ്, അപ്പോൾ ഒന്നിൻ്റെ തേജസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് നിലനിൽപ്പില്ല. ആ തേജസ്സാണ് ആദാമിന്, ഹല്ലേലൂയ, സ്തോത്രം, ഏദൻ തോട്ടത്തിൽ വെച്ച്, ഹവ്വയ്ക്ക് ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടമായത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിന്നുന്ന നാളിൽ നീ മരിക്കുക. അപ്പോൾ തേജസ് നഷ്ടമായി. ഞാൻ നേരത്തെ പറഞ്ഞ ഇലയുടേത് പോലെ പിന്നെ അവന് എന്തില്ല, ജീവിക്കാൻ കഴിഞ്ഞു, അവൻ മരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ആ തേജസ്സിനെ മടക്കി തരുവാനാണ് യേശു ക്രിസ്തു വന്നത്. നഷ്ടപ്പെട്ട, മനുഷ്യൻ നഷ്ടമാക്കിയ, ഹല്ലേലൂയ, തേജസ്സിൻ്റെ മേൽ പിശാച് കർത്തൃത്വം നടത്തുവാൻ തുടങ്ങിയ ആ നഷ്ടമായ തേജസ്സിനെ തിരികെ പിടിക്കുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, തേജസ്സിനെ തരുവാനാണ്, മഹത്വത്തെ തരുവാനാണ്, ഹല്ലേലൂയ, യേശു ക്രിസ്തു വന്നത് എന്ന് ഒരർത്ഥത്തിൽ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ തന്നെ തേജസ് പലതും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തേജസ് എന്താണെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് അറിയേണ്ടതുണ്ട്. എന്താണ് തേജസ്? ഇതുവരെ പറഞ്ഞത് പലതരം തേജസ്സുകളെ കുറിച്ചാണ്, പലതരം ഓരോന്നിനും ഉള്ള തേജസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ഗ്ലോറിയെക്കുറിച്ച്, അല്ലെങ്കിൽ മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സൂര്യനൊരു തേജസ്, ചന്ദ്രന് വേറൊരു തേജസ്, നക്ഷത്രങ്ങൾക്ക് വെവ്വേറെ ഓരോന്നിനും വ്യത്യസ്തമായ തേജസ്സുണ്ട്, അല്ലെങ്കിൽ മഹത്വമുണ്ട്, ഗ്ലോറിയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അതിനെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ 15:41 ഇങ്ങനെ വചനം വിവിധതരം തേജസ്സുകളെ കുറിച്ച് പറയുന്നത്. എന്നാൽ എന്താണ് തേജസ്? ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഏതെല്ലാം തരത്തിലുള്ള തേജസ് ഉണ്ട്. ഇനി പറയാൻ പോകുന്നത് എന്താണ് ദൈവത്തിൻ്റെ മഹത്വം. ആദാം നേരത്തെ നഷ്ടമാക്കി കളഞ്ഞു. എന്ത് ചെയ്ത് കഴിഞ്ഞു? പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞു. എല്ലാവരും ഒരുപോലെ എന്ത് ചെയ്തു? തെറ്റ് കഴിഞ്ഞു, ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞു. അപ്പോൾ ആ നഷ്ടമാക്കിയതിനെ, ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വാക്യം കൂടി പറയട്ടെ. റീപെയർ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് എന്നൊരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. റിപ്പയർ, റീപ്ലേസ്മെൻറ്റ്, റീപെയർ, ഒന്നുകൂടി ഞാൻ പറയാം. റിപ്പയർ, റിപ്പയർ, റീപ്ലേസ്മെൻറ്റ്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എന്താണ് ദൈവത്തിൻ്റെ മഹത്വം? നമ്മൾ നേരത്തെ വിവിധ തരം ഓരോന്നിനുമുള്ള മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്ന ഒരു വീഡിയോ, ഹല്ലേലൂയ, സ്തോത്രം, അത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് 2 പത്രോസ് 1:17 വായിക്കാം. ഞാൻ വചനം വായിക്കാം. 2 പത്രോസ് 1:17. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്നു വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. എങ്ങനെ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ,
ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്നു വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. അപ്പോൾ ആരുടെ കാര്യമായത് പറയുന്നത്? യേശു ക്രിസ്തുവിന് മാനവും തേജസ്സും ലഭിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അത് ഞാൻ ഇംഗ്ലീഷിലെ വചനം കൂടി വായിക്കാം. 2 Peter 1:17. He received honor and glory. He received honor and glory from God the Father when the voice came to him. He received honor and glory from God the Father when the voice came to him from the majestic glory, saying, "This is my son. This is my son, whom I love. With I am well pleased. With him I am pleased." Well pleased. ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സിമ്പിൾ മലയാളമാണ്. എന്നാൽ ഇംഗ്ലീഷിൽ ദിസ് ഈസ് മൈ സൺ whom I love. With him I am well pleased. വളരെ വളരെ പ്രസാദിച്ചിരിക്കുന്നു, ഏറ്റവും പ്രസാദിച്ചിരിക്കുന്ന, അധികം പ്രസാദിച്ചിരിക്കുന്ന. ഹല്ലേലൂയ എന്ന് ഹല്ലേലൂയ സ്തോത്രം എന്ത് പറഞ്ഞു? ശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ he received and glory from the God the Father when the voice came to him from the majestic glory. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ എല്ലാത്തിനും ഒരു ഗ്ലോറി ഉണ്ടെന്ന് പറഞ്ഞു. മെജസ്റ്റിക് ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിച്ച് പറയാം. ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സാണ്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഒരു മരത്തിൻ്റെ ഹല്ലേലൂയ സ്തോത്രം മഹത്വം എന്ന് പറയുന്നത് അതിൻ്റെ അകത്തു വ്യാപരിക്കുന്ന ജീവൻ. ഹല്ലേലൂയ സ്തോത്രം. ജീവനിൽ നിന്ന് ആ മരം തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് അതിൽ നിന്ന് മഹത്വം വെളിപ്പെടുന്നത്. ഒരു മരം വേനലിൽ ഇല കൊഴിക്കുകയും തളിര് പുറത്ത് വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത് ആ വേനലിൽ തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ വൃക്ഷങ്ങളും ഇല കൊഴിഞ്ഞ് ഉണങ്ങി നിൽക്കുമ്പോൾ അത് തളിർത്ത് നിൽക്കുന്നു. ഉണങ്ങി നിൽക്കുന്ന വൃക്ഷത്തെ എല്ലാവരുടെ ദൃഷ്ടി പോവുക ആ തളിർത്ത് നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് എല്ലാവരുടെ ദൃഷ്ടിയും സ്വാഭാവികമായി പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈവൻ വിട്ടിലുകൾ പോലും കിളികൾ പോലും എന്ത് ചെയ്യുന്നു? അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. പുഴുക്കൾ പോലും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ചിത്രശലഭങ്ങൾ പോലും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിൻ്റെ മനസ്സാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അപ്പം ദൈവത്തിൻ്റെ സ്നേഹം ഹല്ലേലൂയ സ്തോത്രം യേശു ക്രിസ്തുവിലേക്ക് ഇറങ്ങി വന്നു. അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന്
ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹീ റിസീവ്ഡ്, അവിടെ ഇംഗ്ലീഷിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളിടത്ത് ഇംഗ്ലീഷിൽ ഹീ റിസീവ്ഡ് ഹോണർ ആൻഡ് ഗ്ലോറി ഫ്രം ദ ഗോഡ് ദ ഫാദർ. ഹല്ലേലൂയ. ഹീ റിസീവ്ഡ് ഹോണർ ആൻഡ് ഗ്ലോറി. അപ്പം ദൈവത്തിൻ്റെ മനസ്സ്, ഹല്ലേലൂയ, സ്തോത്രം, ആരിലേക്ക് വന്നു? യേശുവിലേക്ക് വന്നു. ഹല്ലേലൂയ. അതുവരെ അവൻ എന്തായിരുന്നു? ഒരു തച്ചൻ്റെ മകനായി, ഒരു മനുഷ്യനായി. 30 വയസ്സുവരെ അവനൊരു മനുഷ്യനായി, ഹല്ലേലൂയ, സ്തോത്രം, ജീവിച്ചിരുന്നുവെങ്കിൽ അവൻ്റെ ശ്രേഷ്ഠ തേജസ്സിൽ നിന്ന്, ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ തേജസ്സിൽ നിന്ന്, ഹല്ലേലൂയ, ഹി റിസീവ്ഡ് ഹോണർ ആൻഡ് ഗ്ലോറി ഫ്രം ദ ഗോഡ് ദ ഫാദർ when the voice came to him. അവിടെ വളരെ ശ്രദ്ധിക്കണം. വോയിസ് came to him, അവനിലേക്ക് വന്ന ദൈവവചനം, അവനിലേക്ക് വന്ന ദൈവവചനം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ആ വചനത്തെ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഗ്ലോറി ആൻഡ് ഹോണർ, ഇറ്റ് ലീഡ്സ് യു ഗ്ലോറി. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനം എൻ്റേതല്ല, അത് ദൈവത്തിൻ്റേതാണ്. അത് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നടത്തുവാൻ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ വചനമല്ല, എന്നെ അയച്ചവൻ്റെ വചനമാണ്. ഞാൻ എൻ്റെ വായിലൂടെ പ്രസ്താവിക്കുമ്പോൾ നിങ്ങളത് ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളെ എന്തു ചെയ്യും? receive the glory and honor from the God. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും. ഉറപ്പായ കാര്യമാണ്, അതിലൊരു മാറ്റവുമില്ല. ആരെങ്കിലും എന്നെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇത് ശരിയായ അർത്ഥത്തിൽ എടുക്കുമ്പോൾ അവർ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഉറപ്പ് പറയാം, അവരെ ദൈവം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് വഴി നടത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഹി റിസീവ്ഡ് ഹോണർ ആൻഡ് ഗ്ലോറി ഫ്രം ഗോഡ് ദ ഫാദർ വെൻ ദ വോയിസ് കെയിം ടു ഹിം. വെൻ ദ വോയിസ്, ദൈവത്തിൻ്റെ ശബ്ദം, ഫ്രം ടു ഹിം, ആരിൽ നിന്ന്? ദ ഗോഡ് ദ ഫാദർ. The God, the Father, Heavenly Father, ദൈവത്തിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ, ഹല്ലേലൂയ, ആ ശബ്ദം അവൻ എന്ത് ചെയ്തു? Came to him from the majestic glory. This is my son whom I love and with him I am well pleased. ഞാൻ ഏറ്റവും പ്രസാദിച്ചിരിക്കുന്ന എൻ്റെ പ്രിയ പുത്രൻ. ഹല്ലേലൂയ. അങ്ങനെയാണ് അവന്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മനസ്സ് ഇവിടെ വെളിപ്പെടുന്നു. ദൈവം നമ്മളിൽ പ്രസാദിക്കുന്നു. എങ്ങനെ? വെറുതെ അല്ല, ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിന് പ്രസാദം തോന്നിയത് ആരോടാണ്? യേശു ക്രിസ്തുവിൽ. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദം തോന്നിയത്, ഹല്ലേലൂയ, അവനിൽ നിന്ന് ജനിച്ചതിനോട്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും, എത്ര കുട്ടികളുണ്ടെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, എത്ര 2 വയസ്സുള്ള ഒരു കുട്ടി, അനേകർ കുട്ടി, അല്ലെങ്കിൽ പോട്ടെ, നമുക്ക് ആ പ്രസവ വാർഡിലേക്ക് തന്നെ പോകാം. പ്രസവ വാർഡിൽ അനേകം കുഞ്ഞുങ്ങൾ, അമ്മമാരും കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കുമെങ്കിലും, ഹല്ലേലൂയ, അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടായിരിക്കും, അല്ലേ?
എല്ലാ കുഞ്ഞുങ്ങൾക്കും 2 കണ്ണുണ്ടായിരിക്കും, 2 കാതുണ്ടായിരിക്കും, മൂക്കിന് 2 ദ്വാരമുണ്ടായിരിക്കും, വായുണ്ടായിരിക്കും, നാവുണ്ടായിരിക്കും, മുഖമുണ്ടായിരിക്കും, മനോഹരമായ മുഖമായിരിക്കും, ഒന്നുകിൽ ആണോ അല്ലെങ്കിൽ പെണ്ണോ ആയിരിക്കും. എന്നാൽ ഹല്ലേലൂയ, അതിനോടൊന്നും തോന്നാത്ത ഒരു ഓമനത്വം, ഒരു പ്രിയത്വം, ഒരു ആകർഷണം, ഒരു ഇഷ്ടം ആർക്ക് തോന്നും? നമ്മുടെ കുട്ടിയോട് നമുക്ക് തോന്നും. ഹല്ലേലൂയ. അതുപോലെ ദൈവത്തിന് തൻ്റെ ഏകജാതനായ പുത്രനിൽ ഹല്ലേലൂയ പ്രസാദം തോന്നി. ഹല്ലേലൂയ, സ്തോത്രം. അവന് പ്രസാദം തോന്നി. അപ്പോൾ ആ യേശു ക്രിസ്തുവിൽ നാം അടങ്ങിയിരിക്കുന്നുവെങ്കിൽ, ആ യേശു ക്രിസ്തുവിനകത്ത് നാം ഉണ്ടായിരിക്കുന്നുവെങ്കിൽ, ഞാനുണ്ടായിരിക്കുന്നുവെങ്കിൽ, നീ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവന് നമ്മോട്, യേശു ക്രിസ്തുവിലിരിക്കുന്ന നമ്മളോട് ഒരു പ്രസാദം തോന്നിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സ് മുഴുവൻ യേശു ക്രിസ്തുവിനോട്, ദൈവത്തിൻ്റെ മഹത്വം മുഴുവൻ ആ യേശു ക്രിസ്തുവിലേക്ക് വന്നിരിക്കുന്നു. ആ യേശു ക്രിസ്തുവിൽ ഞാൻ ഇരിക്കുന്നുവെങ്കിൽ എനിക്ക് ആ മഹത്വം കിട്ടുന്നു. കർത്താവിൻ്റെ വചനം വേറെടുത്ത് പറയുന്നു, ഞാൻ എൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അങ്ങനെ ഇങ്ങനെ ചാടി പിടിച്ചെടുക്കാൻ പറ്റുകയില്ല, യേശു ക്രിസ്തുവിലൂടെ മാത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ പ്രിയത്വം, ദൈവത്തിൻ്റെ ഫേവറേറ്റിസം, ദൈവത്തിൻ്റെ പ്രിയത്വം, ദൈവത്തിൻ്റെ ഓമനത്വം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ഇഷ്ടം, ഹല്ലേലൂയ, ഈസ് ഇൻവെസ്റ്റഡ്. ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഗോഡ്സ് മൈൻഡ് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സകല ഇഷ്ടവും ആരിൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ്? യേശു ക്രിസ്തുവിൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സ്, ഇഷ്ടം മുഴുവൻ യേശു ക്രിസ്തുവിലായിരിക്കുമ്പോൾ, ഞാൻ യേശു ക്രിസ്തുവിൽ ആണ് എങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ ഞാനായി എന്നർത്ഥം. ആ മഹത്വം എന്നെ എവിടെ എത്തിക്കും? സ്വർഗത്തിലെത്തിക്കുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഈ മഹത്വത്തെക്കുറിച്ച് ഇനിയും 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 അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വീഡിയോ തുടരും. ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ വീഡിയോ കണ്ട ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ. കർത്താവെ, നിൻ്റെ ഹല്ലേലൂയ, നിൻ്റെ മഹത്വം കർത്താവെ അവരനുഭവിക്കുവാൻ, നിൻ്റെ പുത്രൻ്റെ ഹല്ലേലൂയ സ്വാതന്ത്ര്യം അവരനുഭവിക്കുവാൻ, നിൻ്റെ പുത്രൻ്റെ ആ ക്രൂശിലെ രക്ഷാദൗത്യം അവരനുഭവിപ്പാൻ, ഹല്ലേലൂയ, നിൻ്റെ പുത്രൻ്റെ ഹല്ലേലൂയ മരണത്തെ ജയിച്ച ജയോത്സവം അവർ അനുഭവിപ്പാൻ, കർത്താവെ, നിൻ്റെ പുത്രൻ മഹത്വീകരിക്കപ്പെട്ട സ്വർഗത്തിലിരിക്കുന്നു, ആ സ്വർഗം അവരനുഭവിക്കുവാൻ, ഹല്ലേലൂയ, നിൻ്റെ മഹത്വത്തിൽ, ഹല്ലേലൂയ, അവർ ഭൂമിയിൽ ദൈവത്തിൻ്റെ അംബാസഡർമാരായി ജീവിപ്പാൻ, സമാധാനമുള്ള, ആരോഗ്യമുള്ള, ഹല്ലേലൂയ, കുടുംബജീവിതം നയിക്കാൻ, കർത്താവെ, അവരെ ഞാൻ നസ്രയനായ യേശു ക്രിസ്തു, ഹല്ലേലൂയ, സ്തോത്രം, അവൻ സ്വർഗീയനായിരുന്നു, അവൻ നസ്രയനായി തീർന്നു, അത് എനിക്ക് വേണ്ടി. ഇന്നവൻ ഹല്ലേലൂയ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവായി, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുവശത്തിരിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ട്, ഞങ്ങൾക്കൊരു മധ്യസ്ഥനുണ്ട്. ഹല്ലേലൂയ, 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 സ്തോത്രം. അപ്പം ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. എല്ലാ ഭീതിയിൽ നിന്നും, എല്ലാ ആകുലതകളിൽ നിന്നും നിൻ്റെ മക്കൾ പുറത്തു വരട്ടെ. യേശു ക്രിസ്തുവിൽ അവർ മറഞ്ഞിരിക്കട്ടെ. യേശു ക്രിസ്തുവിൽ അവർ വസിക്കട്ടെ. നിങ്ങൾ എന്നിലും,
ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിപ്പിൻ. ഹല്ലേലൂയ. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് അത് ചെയ്ത് തരും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം കർത്താവെ, ഇവർ യേശുക്രിസ്തുവിൽ വസിക്കട്ടെ, ഇവർ യേശുക്രിസ്തുവിൽ വസിക്കട്ടെ. അപ്പോൾ തന്നെ യേശുക്രിസ്തു ഇവരുടെ ഹൃദയത്തിൽ വസിക്കട്ടെ, ഇവരുടെ ശരീരത്തിൽ വസിക്കട്ടെ. ഹല്ലേലൂയ. അവരുടെ വചനം കർത്താവെ, അങ്ങയുടെ വചനം അവരിൽ വസിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും, പിതാവായ ദൈവത്തിൽ നിന്നും വന്ന വചനം. ഹല്ലേലൂയ. He received the word of God, received the word of God. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ദൈവവചനം അവരുടെ ജീവിതത്തിൽ പ്രവർത്തി ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ.